നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ നാർക്കോട്ടിക് കേസിൽ കുടുക്കി ജീവിതം തകർക്കുമെന്ന് മുംബൈ പോലീസിന്റെ തുറന്ന ഭീഷണി. സമരക്കാർ സംഭവം സമർത്ഥമായി ഫോണിൽ പകർത്തി വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടതോടെ മുംബൈ പോലീസ് കടുത്ത പ്രതിരോധത്തിലായി. സംഭവം വൻ വിവാദമായതോടെ മുഖം രക്ഷിക്കാൻ ഭീഷണിപ്പെടുത്തിയ പോലീസ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മുംബൈ പോലീസ് ഉന്നതർ. ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്യവ്യാപക വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മുംബൈയിലും വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്. ഈ പ്രതിഷേധം അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. സമരവുമായി മുന്നോട്ടു പോകുന്ന വിദ്യാർത്ഥികളെ വ്യാജ കേസിൽ കുടുക്കുമെന്നായിരുന്നു പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറുടെ ഭീഷണി. വിദ്യാർത്ഥികളുടെ കയ്യിലോ പോക്കറ്റിലോ അറിയാതെ മയക്കുമരുന്ന് വെച്ചു പിടിപ്പിക്കുമെന്നും കടുത്ത നാർക്കോട്ടിക് നിയമപ്രകാരം കേസെടുത്ത് ശിഷ്ടജീവിതകാലം മുഴുവനും ജയിലിലടയ്ക്കുമെന്നും ഇയാൾ പരസ്യമായി മുന്നറിയിപ്പ് നൽകുന്നത് പുറത്തുവന്ന വീഡിയോയിൽ വ്യക്തമാണ്. വീഡിയോ വൈറലായതോടെ പോലീസിന്റെ അധാർമിക നടപടിക്കെതിരെ രാജ്യമെമ്പാടും കടുത്ത പ്രതിഷേധവും അമർഷവും അണപൊട്ടി. തുടർന്നാണ് സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ നിലവിലെ ചുമതലകളിൽ നിന്നും നീക്കി സസ്പെൻഡ് ചെയ്തതും. അതേസമയം മഹാരാഷ്ട്രയിൽ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ മുംബൈ പോലീസ് വേറെയും തന്ത്രങ്ങൾ മെനയുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിച്ചും ഫോണുകളിലേക്ക് നേരിട്ട് വിളിച്ചും വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ തങ്ങളുടെ വാട്സപ്പ് ലൈവ് ലൊക്കേഷൻ നിരന്തരം സ്റ്റേഷനിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതായി പരാതികളുമുണ്ട്. ഇതിനു പുറമെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ 35 ക്ലോസ് 3 പ്രകാരം ഓൺലൈൻ വഴി ലീഗൽ നോട്ടീസുകൾ അയച്ച് ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പ്രക്ഷോഭകരുടെ വീര്യം കെടുത്താനും അധികൃതർ നീക്കം നടത്തുന്നുണ്ട്. അതേസമയം ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് ഡൽഹി പോലീസിന് ആളുകളെ കരുതൽ തടങ്കലിലാക്കാനുള്ള അധികാരം നീട്ടി നൽകിയ ഉത്തരവിനെ ചൊല്ലിയും വിവാദം കൊഴുക്കുന്നുണ്ട്. ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെ 3 മാസത്തേക്കാണ് നീട്ടിയിരിക്കുന്നത്. കുറ്റാരോപണങ്ങളൊന്നും കൂടാതെ തന്നെ 12 മാസം വരെ തടങ്കലിലാക്കാൻ കഴിയുന്നതാണ് ദേശീയ സുരക്ഷാ നിയമം. ഡൽഹിയിൽ നടക്കുന്ന CJP പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ഉത്തരവ് ഇറങ്ങിയതെന്ന് ഇതിന് പിന്നിലെ പ്രചരണവുമുണ്ട്. ഇത് വ്യാപകമായി പ്രചരിച്ചതോടെ ഡൽഹി പോലീസ് വിശദീകരണവുമായി രംഗത്തെത്തി. ഇത് CJP പ്രക്ഷോഭങ്ങളെ നേരിടാനായി എടുത്ത പ്രത്യേക നടപടിയല്ലെന്നും സാധാരണയായി നടക്കാറുള്ള ഭരണപരമായ പുനഃപരിശോധനയും ഉത്തരവ് പുതുക്കലും മാത്രമാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. ഈ അനുമതി പത്രത്തിനായുള്ള ഭരണപരമായ നടപടികൾ 2026 ജൂലൈ 7 തന്നെ പൂർത്തിയാക്കി ഉത്തരവിറക്കിയിരുന്നു. അതായത് CJP പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഈ നടപടിക്രമങ്ങൾ കഴിഞ്ഞിരുന്നതാണെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. ഡൽഹി പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പൊതുക്രമസമാധാനം തകരാതിരിക്കാനും രാജ്യസുരക്ഷ മുൻനിർത്തിയും പോലീസ് മേധാവിക്ക് കൂടുതൽ തടങ്കൽ അധികാരം സാധാരണയായി ഓരോ 3 മാസം കൂടുമ്പോഴും പുതുക്കി നൽകുന്ന പതിവുണ്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്.